പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ പരീക്ഷകൾ അടുത്തു വരികയാണല്ലോ. പരീക്ഷയുടെ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഘടന എങ്ങനെയാണ് വരുന്നത് എന്ന് ചെറുതായിട്ടൊന്ന് അറിയിക്കുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പൊതുവെ 4 തരത്തിൽപ്പെട്ട ചോദ്യങ്ങളാണ് വരുന്നത്. ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അഥവാ വസ്തുനിഷ്ഠ ചോദ്യങ്ങളാണ്. ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രം വരിക, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ഈ രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. പൊതുവെ ഇത്തരം ചോദ്യങ്ങൾക്ക് 2 മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുക. ഇവിടെ ഒരു ചോദ്യം ഉണ്ടാവും, അതിന് ഉത്തരമായി നമ്മൾ ഒരു വാക്ക് മാത്രം എഴുതിയാൽ മതിയാവും. ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ 4 തരത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ബ്രാക്കറ്റിൽ നിന്ന് ശരിയുത്തരം തിരഞ്ഞെടുത്തെഴുതുക അഥവാ ബഹുവികൽപ്പ മാതൃകയിലുള്ള ചോദ്യങ്ങളാണ്. ഒരു ചോദ്യമുണ്ടാകും, ആ ചോദ്യത്തിൻ്റെ ഉത്തരം മുകളിലുള്ള ബ്രാക്കറ്റിൽ ഉണ്ടായിരിക്കും. ആ ബ്രാക്കറ്റിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുത്തെഴുതണം. ചോദ്യത്തിൻ്റെ നമ്പർ ക്രമത്തിലായിരിക്കില്ല ബ്രാക്കറ്റിൽ ഉണ്ടാകുന്നത്, വ്യത്യസ്ത ക്രമങ്ങളിലായിരിക്കും. അവിടെ ഓരോ ചോദ്യത്തിനും ശരിയായ ഉത്തരം ഏതാണെന്ന് ബ്രാക്കറ്റിൽ നിന്നും നമ്മൾ കണ്ടെത്തി എഴുതണം. ഇതാണ് ബഹുവികൽപ്പ മാതൃക അഥവാ ബ്രാക്കറ്റിൽ നിന്ന് ശരിയുത്തരം തിരഞ്ഞെടുത്തെഴുതുക എന്ന് പറയുന്ന ചോദ്യങ്ങൾ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ തന്നെ രണ്ടാമതായിട്ട് വരുന്നത് സത്യാസത്യ മാതൃക എന്നതാണ്. അഥവാ ട്രൂ ഓർ ഫാൾസ്, ശരിയോ തെറ്റോ എന്ന് കണ്ടെത്തുക. ചോദ്യം ഒരു പ്രസ്താവന രൂപത്തിലായിരിക്കും. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ശരിയാണെങ്കിൽ ശരി എന്ന് മാത്രം എഴുതിയാൽ മതിയാവും, തെറ്റാണെങ്കിൽ തെറ്റ് എന്ന് മാത്രം എഴുതിയാൽ മതിയാവും. അല്ലാതെ ആ പ്രസ്താവന മൊത്തം തിരുത്തി എഴുതേണ്ട ആവശ്യമില്ല. ശരി, തെറ്റ് എന്നീ 2 വാക്കുകളിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ നമുക്ക് ആൻസറായിട്ട് എഴുതേണ്ടത് ഉണ്ടാവുകയുള്ളൂ. മൂന്നാമത് വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ തന്നെ മൂന്നാമതായിട്ട് വരുന്നത് മാച്ച് ദ ഫോളോയിങ് അഥവാ സമീകരണ മാതൃക എന്ന് പറയും. 4-5 വാക്കുകൾ ഒരു ഭാഗത്തും മറുഭാഗത്ത് അതിൻ്റെ നേരെ അതേപോലെ 4-5 വാക്കുകൾ ഉണ്ടാവും. പക്ഷേ അത് ക്രമം തെറ്റിയായിരിക്കും ഉണ്ടാകുന്നത്. ഓരോന്നിനും യോജിച്ച വാക്കുകൾ നമ്മൾ ക്രമത്തിൽ എഴുതുകയാണ് വേണ്ടത്. ഇതാണ് മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ സമീകരണ മാതൃക എന്ന് പറയുന്നത്. ഇതേ വിഭാഗത്തിൽ തന്നെ വരുന്ന 4ാമത്തെ വിഭാഗമാണ് വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഒരു പ്രസ്താവനയുണ്ടാവും, ആ പ്രസ്താവനയിലെ പ്രധാനപ്പെട്ട പോയിന്റ് വിട്ടിട്ടുണ്ടാകും. അവിടെ ഒരു വര മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവിടെ നമ്മൾ ശരിയുത്തരം പൂരിപ്പിച്ചുകൊണ്ട് ആ പ്രസ്താവന കംപ്ലീറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ പൂരിപ്പിക്കേണ്ട വാക്ക് മാത്രം നമ്മൾ ഉത്തരമായി എഴുതിയാൽ മതി, ആ പ്രസ്താവന മൊത്തത്തിൽ എഴുതേണ്ടതില്ല. ഇങ്ങനെ 4 തരത്തിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ വരുന്നുണ്ട്. ഓരോ ചോദ്യത്തിനും പൊതുവെ 2 മാർക്ക് വീതമാണ് ഇങ്ങനെ വരുന്നത്. ഇതായിരിക്കും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ആദ്യം വരുന്നത്. ഈ 4 മാതൃകയും എല്ലാ പേപ്പറിലും ഒന്നിച്ചു വരില്ല. ഇതിലേതെങ്കിലുമൊക്കെ 1-2 തരത്തിൽപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആദ്യം ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാകുന്നത്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഹ്രസ്വോത്തര മാതൃക അഥവാ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചാൽ 2-3 ഘടകങ്ങൾ അടങ്ങുന്ന ഒരു ഉത്തരം നമ്മൾ എഴുതേണ്ടി വരും. ചോദ്യങ്ങൾക്കനുസരിച്ച് 2-3 പോയിന്റുകൾ ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് പൂർണ്ണമായ മാർക്ക് ലഭിക്കുന്നു. സാധാരണഗതിയിൽ 4 മാർക്കോ 5 മാർക്കോ ഒക്കെ ആയിരിക്കും ഇത്തരം ചോദ്യങ്ങൾക്കുണ്ടാവുക. ഇവിടെ 3-4 വരികളിൽ ഉത്തരം എഴുതാം, അല്ലെങ്കിൽ 2-3 വരികളിൽ ഉത്തരം എഴുതാം. പക്ഷേ അവിടെ 2-3 പോയിന്റുകൾ അതിൽ അടങ്ങിയിരിക്കണം എന്ന് മാത്രം. ഒരു പോയിൻ്റാണ് അടങ്ങിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 1-2 മാർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. 2-3 പോയിന്റുകൾ അടങ്ങുമ്പോഴാണ് പൂർണ്ണമായ മാർക്ക് ലഭിക്കുന്നത്. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്, അഥവാ ഖണ്ഡിക എഴുതുക എന്നത്. ഇത് 5 മാർക്കോ 6 മാർക്കോ വരുന്ന ചോദ്യങ്ങളാണ്. ഇവിടെ ഒരു ചോദ്യമുണ്ടാകും. ഈ ചോദ്യത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട 5-6 പോയിന്റുകൾ അടങ്ങുന്ന ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 വരിയെങ്കിലും എഴുതുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായ മാർക്ക് ലഭിക്കുന്നത്. പോയിന്റുകളുടെ എണ്ണം കുറയുന്നതിനനുസരിച്ച് മാർക്കുകളും കുറഞ്ഞിരിക്കും. ഇങ്ങനെയുള്ള ഏതാനും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ലാസ്റ്റ് വരുന്നത് ഉപന്യാസ മാതൃക അഥവാ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ ഒരു പുറത്തിൽ കവിയാതെ എഴുതുക, അല്ലെങ്കിൽ 150 വാക്കിൽ കവിയാതെ എഴുതുക, അല്ലെങ്കിൽ വിശദമായ ഒരു കുറിപ്പ് എഴുതുക എന്നീ രൂപങ്ങളിലൊക്കെ ആയിരിക്കും ഇത് വരുന്നത്.
100 വാക്ക് എന്ന് പറയുന്നത് നമ്മൾ 100 വാക്ക് എണ്ണി കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പുറം കംപ്ലീറ്റ് എഴുതുമ്പോൾ 100 വാക്കായി കണക്കാക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ 150 വാക്കിൽ എഴുതാൻ പറഞ്ഞാൽ 1.5 പേജ് നമ്മൾ എഴുതേണ്ടി വരും. 200 വാക്കിലാണെങ്കിൽ 2 പേജ് എഴുതേണ്ടി വരും. ഈ രീതിയിൽ എഴുതിയാൽ മതിയാവും. ഏകദേശം അനുസരിച്ച് എഴുതിയാൽ മതി, കൃത്യമായി കണക്കാക്കേണ്ടതില്ല. ഈ ക്വസ്റ്റ്യനിലും ആ വിഷയവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ പോയിന്റുകളും അടങ്ങിയിരിക്കണം. എന്നാൽ മാത്രമേ പൂർണ്ണമായ മാർക്ക് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവിടെ അടങ്ങിയിരിക്കുന്ന പോയിന്റുകൾക്കനുസരിച്ചായിരിക്കും മാർക്ക് ഉണ്ടാവുക. നിങ്ങൾ എത്ര എഴുതി, എത്ര വലിപ്പത്തിൽ എഴുതി എന്നതല്ല, അതിലടങ്ങിയിരിക്കുന്ന കണ്ടൻറ്റിനനുസരിച്ചായിരിക്കും മാർക്ക് ഉണ്ടാവുക. അതുകൊണ്ട് ചോദ്യങ്ങൾ കൃത്യമായി വായിച്ച് ആ ചോദ്യങ്ങളുടെ പ്രസക്തമായ ഭാഗങ്ങൾ പോയിന്റുകളാക്കി ഇത്തരം കാര്യങ്ങളിൽ വിശദമായി എഴുതാൻ ശ്രമിക്കുക. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അതുകൊണ്ട് ഈ കാര്യം മനസ്സിലാക്കി ചോദിച്ച ചോദ്യങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അവിടെ ഉദ്ദേശിക്കുന്ന ശരിയായ ഘടകങ്ങൾ, ശരിയായ പോയിന്റുകൾ ഉത്തരങ്ങളായി എഴുതുമ്പോൾ നിങ്ങൾക്ക് പരമാവധി മാർക്ക് ലഭിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു വെരി മച്ച്.